ഹാപ്പി ബർത്ത്ഡേ പാടുപിള്ളേരെ എന്റെ തനിക്കുടം ഞാൻ കാണിച്ചു കൊടുത്തു ഉള്ളിൽ വെച്ചേക്കാണ് സാറാ മോഡൽ ഒരു ക്ലിപ്പ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു മീ, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ലക്ഷ്മണ, ഹാപ്പി ബർത്ത്ഡേ. നിങ്ങൾ എല്ലാരും സ്റ്റോറി ഇടണം. എന്താണ് ഹാപ്പി ബർത്ത്ഡേ സുന്ദരി ചേച്ചി. നീ സ്റ്റോറി ഇട്ടില്ല, നിന്നെ ഇടിക്കും ഞാൻ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിൽ സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നാളെ എൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. അപ്പം ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നു 25ാമത്തെ വയസ്സിൽ മറ്റേ ഹാഫ് സെഞ്ചുറി അല്ലല്ലോ ചിത്ര സിൽവർ ജൂബിലി ആകുമ്പോഴത്തേക്കും എനിക്ക് ഫോട്ടോഷൂട്ട് ചെയ്യണോ ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുകയാണ്. സോ അങ്ങനെ ഇന്ന് നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇന്ന് ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടി പോണത് എങ്ങുമല്ല, നമ്മളിപ്പം വച്ചുകൊണ്ടിരിക്കുകയല്ലേ വീട്ടിലാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി. കാരണം നമ്മൾ സ്റ്റുഡിയോ നോക്കിയിട്ട് നമുക്ക് സ്റ്റുഡിയോ കിട്ടിയില്ല. അങ്ങനെ നമ്മൾ അവിടെയാണ് ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടി പോണത്. ഈ വിക്കൊക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ഗായ്സ്, അപ്പം നമുക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ ഒരാളുണ്ട്. അയാളെ ഞാൻ കാണിച്ചു തരാം. ലെറ്റ്സ് കം ഓൺ. പറയുന്ന പോലെ സ്കിൻ കെയറിൽ മസ്റ്റായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരു സാധനമാണ് മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. ഇപ്പോൾ 3 ടൈപ്പ് മോയ്സ്ചറൈസർ കാണിച്ചു തരാം. ഇത് ഡോക്ടർ ഷെത്തിൻ്റെ ഹെൽത്തി ആൻഡ് ഹൈറലോണിക് ആസിഡ് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആണ്. അതിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈഡ്രേഷൻ തരും, അൾട്രാ ലൈറ്റ് വെയിറ്റ്, അൾട്രാ ഫാസ്റ്റ് അബ്സോർപ്ഷൻ ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, ഓയിൽ ഫ്രീ ഫോമുലയാണ്, നോൺ ഗ്രീസി ഫിനിഷ് ആണ്, ഹൈറലോണിക് ആസിഡ് വരുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് മോയ്സ്ചറൈസേഷൻ കിട്ടും. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം നല്ല പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയയിലൊക്കെ താമസിക്കണമെങ്കിൽ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് സ്കിന്ന് റിപ്പയർ ചെയ്യാനും സ്കിന്ന് ഗ്ലോ ആക്കി വയ്ക്കാനും ഇത് അടിപൊളിയായിട്ടുള്ള മോയ്സ്ചറൈസർ ആണ്. നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ വരുന്ന കേസർ ആൻഡ് കോജിക് ആസിഡ് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആണ്. ലൈറ്റ് വെയിറ്റ് ആണ്, ഓയിൽ ഫ്രീ ആണ്. കോജിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് മാറാനും പിഗ്മെൻറ്റേഷൻ മാറാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. ഡാർക്ക് സ്പോട്ട്സും പിഗ്മെൻറ്റേഷനും ഉള്ളവർക്ക് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യാം. കേസർ സൂത്ത് ചെയ്യും, നമ്മുടെ സ്കിന്ന് എന്താ പറയുക ഭയങ്കര കാം ചെയ്യും, ആൻഡ് ഓൾസോ സോഫ്റ്റനിങ് ചെയ്യും, ഹൈഡ്രേറ്റ് ചെയ്യും, പ്ലംബി ആക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്കിൻ നല്ല ഭയങ്കര ഡൂയി പ്ലംബി ആയിട്ടിരിക്കും. അതിനുശേഷം എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആണ് സെറാമൈഡ് ആൻഡ് വൈറ്റമിൻ സി ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ. ഇത് 3 ഓയിൽ ഫ്രീ ആണ്. ഓയിലി എല്ലാ സ്കിൻ ടൈപ്പ് യൂസ് ചെയ്യുക, എസ്പെഷ്യലി ഓയിലി സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാം. പെട്ടെന്ന് അബ്സോർബ് ചെയ്യും, നോൺ ഗ്രീസി ആണ്, പെട്ടെന്ന് ഹൈഡ്രേഷൻ ആൻഡ് ഓൾസോ സ്കിൻ ബ്രൈറ്റനിങ് അടിപൊളി. കാരണം ഇതിനകത്ത് വൈറ്റമിൻ സി വരുന്നതുകൊണ്ട് തന്നെ സെറാമൈഡ് ഒക്കെ നമ്മുടെ ഹെൽത്തി ആൻഡ് സ്കിൻ റിപ്പയർ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. സോ ഇത് നിങ്ങൾ മസ്റ്റായിട്ട് യൂസ് ചെയ്തു. അടിപൊളിയായിട്ടുള്ള മോയ്സ്ചറൈസർ എന്ന് വെച്ചാൽ ഈ 3 മോയ്സ്ചറൈസർ വേണം. ഇപ്പം സ്കിൻ ബാരിയർ പോയവർക്ക് സെറാമൈഡ് ആൻഡ് വൈറ്റമിൻ സി യൂസ് ചെയ്യാം, ആൻഡ് ഓൾസോ ഡാർക്ക് സ്പോട്ട്സ് ഉള്ളവർക്ക് കേസർ ആൻഡ് കോജിക് ആസിഡ് യൂസ് ചെയ്യാം. നല്ല ഡൾ സ്കിൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഹെൽത്തി ആൻഡ് ഹൈറലോണിക് ആസിഡ് യൂസ് ചെയ്യാം. ഹൈഡ്രേഷനൊക്കെ വേണ്ടിയിട്ട് അടിപൊളിയാണ്. ആൻഡ് ഇത് ഞാൻ പല ടൈമിൽ കാണിച്ചിട്ടുള്ള സാധനമാണ്. എൻ്റെ ഫേവറേറ്റ് ആണ്. ഇപ്പോൾ എൻ്റെ മാത്രം റിവ്യൂ നോക്കണമെന്നില്ല, നിങ്ങൾ ഒരുപാട് പേർ റിവ്യൂ ആരും കൊള്ളൂലെന്ന് പറയില്ല ഗൈസ്, അത്രയ്ക്ക് പൊളിയാണ്. പിന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലാമി 2024 എന്നുള്ള കോട്ടയപ്പോൾ എടുത്ത ഡോക്ടർ ഷെത്തിൻ്റെ വെബ്സൈറ്റിൽ 20% അവൈലബിൾ ആണ്, ഓഫ് അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ആമസോൺ, ഫ്ലിപ്കാർട്ട്, പർപ്പിൾ, നൈക്കയിലൊക്കെ അവൈലബിൾ ആണ്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. മസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ഞാൻ ലെഫ്റ്റ് സൈഡിൽ ടാഗ് ചെയ്തേക്കാൻ, ചെക്ക് ചെയ്ത് നോക്കാം. ഗൈസ്, ഇതാണ് പാർവതി ചേച്ചി. നിങ്ങൾ നമ്മളെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് പാർവതി ചേച്ചി, ഇത് പാർവതി ചേച്ചിയുടെ അനിയൻ അച്ചു. ഓക്കെ, അപ്പം നമുക്കിത് മേക്കപ്പ് ചെയ്താണ്. സാധനങ്ങളും ഒക്കെ ആയിട്ട് പണിയായുധങ്ങളുമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ കുറേ നേരമായിട്ട് വിളിച്ചുകൊണ്ടിരുത്തിട്ട് തുടങ്ങാന്ന് പറയാനുണ്ട് ഗൈസ്. ഗൈസ്, ഞാൻ വാടച്ചതും ഒരു വലിയ സൈലൻസ് വിടാം. ഇപ്പല്ലേ ഞാൻ ആ ഒരു സാധനം ഇപ്പല്ലേ ഞാൻ ഓക്കെ. നമ്മൾ തുടങ്ങി കഴിഞ്ഞു. നമുക്ക് അപ്പഴപ്പഴായിട്ട് കാണാം. എനിക്ക് ഉറക്കം വരണം തൊട്ട് ഇല്ല. അതെ, കണ്ണിന്റെ അടിയിലൊക്കെ നോക്ക്. റാസക്കിലാണോ? അല്ല, നീ ആ ഉറങ്ങിന്റെ ആ ഒരു ഇത് കണ്ടോ, ക്ഷീണം. അതാണ് അമ്മ, ഈ ക്ഷീണമാണ് അമ്മ രാവിലെ എനിക്കെന്നെ പറഞ്ഞത്. ഞാൻ ഉറങ്ങണ 12 മണിക്കൂർ ഉറങ്ങിയില്ല ഗൈസ്, 7 ഉറങ്ങിയുള്ളൂ. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ മേക്കപ്പ് ഒരുവിധം കഴിഞ്ഞു. ഇനിയും കുറച്ച് പരിപാടിയില്ലേ, ഇനി ഐബ്രോസ് കുറച്ച് ചെയ്യാണ്ട്, പിന്നെ കണ്ണിലെ കുറച്ച് സാധനങ്ങൾ ചെയ്യാണ്ട്. സോ കഴിഞ്ഞു. അപ്പോഴാണ് ഗൈസ് എൻ്റെ ഈ ഒറിജിനൽ മുടി കണ്ട് അവൻ ഞെട്ടുന്നത്. അവൻ ഞെട്ടി തന്നിരിക്കണേ. ഞാൻ വിചാരിച്ചു ചേച്ചിയുടെ ഒറിജിനലാണെന്നത്. എൻ്റെ ഒറിജിനൽ ആണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനല്ല. എന്നെ ഞാൻ കാണിച്ചു കൊടുത്തു ഒറിജിനൽ. എൻ്റെ തനിക്കുടം ഞാൻ കാണിച്ചു കൊടുത്തു ഉള്ളിൽ വെച്ചേക്കാണ്. സോ അങ്ങനെ അവൻ ഞെട്ടി തകർന്നിരിക്കുകയാണ്. എന്തേലും പറയൂ. നാണ എന്തിനാ എന്നെ ഇങ്ങനെയൊക്കെ എന്നെ ഉപദ്രവിക്കണേന്ന്. അപ്പൊ ഇപ്പൊ നമ്മള് ഹെയർ ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. താജ്മഹൽ പണിഞ്ഞിട്ട് വരാം. യെസ്. ഇതേത്
ആ എൻ്റെ അനിയത്തി. പെട്ടെന്ന് മനസ്സിലായില്ല ആളു, നീ ആമ്പിളരെ കണക്കിരിക്കണം. ബൈക്കായിഷ്. എന്നാലും നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാ. ഇബിന് വന്നിട്ടുണ്ട്, ഇവിടെ രാകേഷ് വന്നിട്ടുണ്ട്. സോ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി പോകണം. ഇപ്പം നമ്മൾ വീട്ടിൽ നിന്നാണ് വീഡിയോ ഇടാം. വീട് ഫുള്ള് കാണിച്ചാൽ പണിയൊക്കെ നടക്കണേ ഉള്ളൂ. അപ്പം തളർന്നിരിക്കുകയാണ് ചേച്ചി. കുറേ ജോലി ചെയ്ത് ഏറ്റവും ട്വിസ്റ്റ് എന്താ വെച്ചാൽ കറണ്ട് ഇല്ലാത്ത വീട്ടിൽ ഞാൻ വീഡിയോ എടുക്കാൻ വിളിച്ചു. എന്നിട്ട് ഹൈഡ്രജൻ ബലൂണൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ മറ്റേ ഫോട്ടോ എടുക്കാതിരിക്കണം ഹൈഡ്രജൻ ഇല്ലാതെ. എനിക്കറിഞ്ഞൂടാ ഗൈസ്. അങ്ങനെ ഞാൻ മൊണാൾട്ട് അടിച്ച് പ്രാന്തായിട്ടിരിക്കുകയാണ്. ആ ഓക്കെ, എനിക്ക് പ്രാന്തായിട്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഇനി നമ്മൾ ഫോട്ടോയൊക്കെ എടുക്കാൻ പോകണം. ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വേണം. ഡ്രസ്സ് കാണിച്ചു തരാം ഗൈസ്. ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. ഇത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ആര്യൻസ് ബൊട്ടീക്ക് എന്ന് പറഞ്ഞൊരു പേജുണ്ട്. ആ പേജിൽ നിന്ന് അയച്ചു തന്നിട്ടാണ്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി, ഭയങ്കരമായിട്ട് പറഞ്ഞതുപോലെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താണോ പറഞ്ഞതിനേക്കാളും കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനോട് ജ്വല്ലറി ഇട്ടേക്കുന്ന ഒരു കുഞ്ഞ് വൈറ്റ് സ്റ്റോൺ, ഒരു നെക്ക് പീസ്, ഒരു കുഞ്ഞ് ഇതൊക്കെയാണ് ഇട്ടേക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ജ്വല്ലറിയിലൊന്നും ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. ഓൺലി ഡ്രസ് ആൻഡ് മേക്കപ്പ്. ഇനി വേണോടാ ഒരെണ്ണം കൂടാ. ആ വീഡിയോയിൽ എടുക്കാം. അത് ചേച്ചിയുടെ സ്പെഷ്യൽ സാധനം. ഒരു ക്ലിപ്പ്. ഹാപ്പി ബർത്ത്ഡേ പോടാ. ഹാപ്പി ബർത്ത്ഡേ പാടുകൊള്ളാരെ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു മീ, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ലാമികങ്ങ, ഹാപ്പി ബർത്ത്ഡേ ടു യു. May God bless you dear. അത്ര എനിക്ക് അറിഞ്ഞൂടാ. അത് എനിക്കില്ല. ഞാൻ കണ്ടുവെച്ചാൽ ഇത് പൊട്ടും. അയ്യോ കട്ട് ചെയ്ത് വലിച്ചു വിളി എടുക്കില്ലേ? പറഞ്ഞിട്ട് എടുക്കില്ല. ചേച്ചി ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക്. ഇവിടെ നേരെ കട്ട് ചെയ്യണം. ചേച്ചി ഇങ്ങോട്ട് നോക്ക്. ഓക്കെ 3 2 1 ചെയ്തോ. തുടങ്ങട്ടെ. തുടങ്ങട്ടെ. ഇവിടുന്ന് കട്ട് ചെയ്യണം. ആരംഭിച്ചോ. ഇവിടുന്ന് കട്ട് ചെയ്യണ്ട. ആരംഭിച്ചോ. തന്ത്രദത്തൻ ഇനി പാടല്ലേ. ഹാപ്പി ബർത്ത്ഡേ ടു യു, എടുക്കണേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. വായില് മൊണാട്ട്. കയ്യിലെടുത്തല്ലേ തിന്നാളാ. സോയമ്മേ ഒരു സെക്കൻഡ്. അത് ഇനി ഇരുന്ന കഴിച്ചോണ്ടിരിക്കും. ചേച്ചി കേക്ക് പെട്ടെന്ന് പിടിച്ചോ. ക്ലോസ് ഫോട്ടോ എടുത്തിട്ടില്ല ചേച്ചി. മേക്കപ്പിന്റെ ക്ലോസ് ഫോട്ടോ ഇല്ല. പെട്ടെന്ന് പിടിച്ചോ. നോക്കട്ടെ. ഏതെങ്കിലും ഇംഗ്ലീഷ് മൊണാട്ട് സോങ് എടുക്കണം. സോ ഗൈസ്, ഫൈനലി നമ്മളെ ഷൂട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്നെ ഇത്രയും നേരം സഹിച്ച പ്രിയപ്പെട്ട മേക്കപ്പ് ആർട്ടിസ്റ്റ് പാർവതിക്കും, പർവ്വതിയുടെ കൂടെ വന്ന അനിയൻ അച്ചുവിനും, പിന്നെ നമ്മുടെ എന്നെ വർഷങ്ങളായിട്ട് സഹിക്കുന്ന ഇബിനുവിനും, ഇബിൻ്റെ കൂടെ വന്ന രാകേഷിനും ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഗൈസ്. കാരണം ഞങ്ങൾ 12 മണിക്ക് ഷൂട്ട് തീരും ചേച്ചി എന്ന് പറഞ്ഞ് വിളിച്ച് വരുത്തിയിട്ട് 1:30 ഷൂട്ട് തുടങ്ങിയത്. സോ ഇപ്പം 5 മണിയായി ഷൂട്ട് കഴിഞ്ഞപ്പോൾ. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. എന്ത് ചെയ്യാനാ. താങ്ക്സ് എടാ. എവനാണ് എനിക്കിന്ന് വീഡിയോ ഫുൾ എടുത്തു തന്നത്. താങ്ക് യു. എവൻ ഒരുപാട് തവണ നമ്മുടെ റിംഗ് ലൈറ്റ് ഓഫ് ആക്കി കളിച്ചു. എവന് വേറൊരു താങ്ക് യു പിന്നെ താങ്ക് യു. അങ്ങോട്ട് എൻ്റെ ബർത്ത്ഡേ വിഷ് പറ. സന്തോഷം എല്ലാം നിറഞ്ഞ കേക്ക് ചേച്ചിക്ക്. ഹാപ്പി ബർത്ത്ഡേ. എല്ലാം നിറഞ്ഞതാ പറയടാ. ഹാപ്പി ബർത്ത്ഡേ. നാളെ നിങ്ങൾ എല്ലാരും സ്റ്റോറി ഇടണം. എന്താണ് ഹാപ്പി ബർത്ത്ഡേ സുന്ദരി ചേച്ചി. നീ സ്റ്റോറി ഇട്ടില്ല നിന്നെ ഇടിക്കും ഞാൻ. ഓക്കെ എടാ ഹാപ്പി നീ എടാ ഹാപ്പി ബർത്ത്ഡേ സൂപ്പർ. എടാ ഇത് സ്റ്റോറി ഇടാളാ എന്തായാലും 12 മണിക്ക് സ്റ്റോറി ഇടും, സ്റ്റാറ്റസ് ഇടും, എല്ലാം ഇടുന്നതാണ്. ഇടണം കേട്ടോ. അപ്പൊ ഞാൻ നോക്കിയിരിക്കും നിന്റെ അക്കൗണ്ട് ഒക്കെ. ചേച്ചി ഇടൂലേ? അടിക്കും. ഞാൻ പോയി ഡ്രസ്സ് പറയിട്ട് വരാം. താങ്ക് യു. സൂപ്പർ. അതാ അത് പാത്രത്തിൽ പോലും വയ്ക്കാതെ അവർ തുരന്ന് തന്നെയാണ്. എങ്ങനെയുണ്ട്? സമയമില്ല. എങ്ങനെ ഉണ്ടെന്ന് നല്ല കേൾക്കുന്നു. അടിപൊളി കേൾക്കുന്നു. ആളെങ്ങനെയുണ്ട്? ആദ്യമായിട്ടാണ് ഞാൻ പോയി വാങ്ങാതെ എനിക്കൊരു കേക്ക് വരണത്.
സോ ഞാനും കഴിച്ചേട്ടാ, കഴിച്ചുകൂടാ എന്നാലും എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കഴിച്ചായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട്, നല്ല കേക്ക്. ഇങ്ങനെ ഭയങ്കര നല്ല മണം വരുന്നു കേക്ക്. ഇനിയിപ്പം എല്ലാവരോടും ഇവിടെ പൂച്ചകളും എല്ലാവരോടും അക്രമം കേക്കിന് ക്രീമിന്. സോ ഗൈസ്, ഇനി എനിക്ക് മേക്കപ്പ് ഒക്കെ റൂം പോയത് ഞാൻ ഒന്ന് കുളിക്കട്ടെ. സോ ഗൈസ്, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. നമ്മൾ ഇന്നലെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് കുറേ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ കയറി കിടന്ന് ഉറങ്ങി. സോ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ബർത്ത്ഡേ ആയിട്ട് ഒരു പരിപാടിയില്ല ഗൈസ്. സാധാരണ നിങ്ങൾ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്, ഞാൻ ബർത്ത്ഡേക്ക് പോകുന്നു, ബർത്ത്ഡേക്ക് വന്ന് രാവിലെ എണീക്കുന്നു, ഇവിടെ കേക്ക് തിന്നണമെന്ന് പറയുന്നു, ഞാൻ നെടുവങ്ങാട് പോകുന്നു, കേക്ക് വാങ്ങുന്നു, വരുന്നു, എല്ലാവരും കൂടെ കട്ട് ചെയ്ത് കഴിക്കുന്നു. ഇപ്പോഴാകുമ്പോൾ എനിക്ക് ഡയറ്റ് ആയതുകൊണ്ട് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടും പറ്റൂല. അപ്പം മീൻസ് എനിക്കങ്ങനെ ഓവർ മധുരം അങ്ങനെ ഇഷ്ടമില്ല. ഇന്നലെ ഞാൻ കേക്ക് കട്ട് ചെയ്തപ്പോഴത്തേക്ക് ഒരു പീസ് കുറച്ച് കഴിച്ചായിരുന്നു. അപ്പം അത് കഴിച്ചപ്പോൾ തന്നെ കണ്ട ഇവിടെ ഒരു കുരു വന്നതും. ഇപ്പം മനസ്സിലായല്ലോ, ഫുഡ് ഭയങ്കരമായിട്ട് നമ്മളെ ബാധിക്കും, നമ്മുടെ സ്കിന്നിനായാലും ഒക്കെ ആയാലും ബാധിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ കഴിച്ചൊന്നും കേക്കൊന്നും ഇന്ന് വാങ്ങുന്നില്ല. കാരണം ഇന്നലെ വാങ്ങിച്ച കേക്ക് തന്നെ കട്ട് ചെയ്ത് ബാക്കി ഇരിപ്പുണ്ട്. ഇതാണ്ട് ഇവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവന് പനിയായിട്ട് അവൻ കിടക്കുകയാണ്, കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ എന്താ പറയുക, അപ്പം അങ്ങനെയാണ് സംഭവങ്ങൾ. പക്ഷെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ 25ാമത്തെ ബർത്ത്ഡേ, അതായത് നമ്മുടെ സിൽവർ ജൂബിലി അല്ലേ, സിൽവർ ജൂബിലി. അപ്പോൾ എനിക്ക് നമ്മുടെ ഇപ്പം വയ്ക്കുന്ന വീട്ടിൽ ആഘോഷിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആഘോഷിക്കണം മീൻസ് ഭയങ്കര പാർട്ടി അങ്ങനെയൊന്നുമല്ല. എൻ്റെ കുറച്ച് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്, എൻ്റെ ഫ്രണ്ട്സ്. എൻ്റെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കുറച്ച് പേര് വിളിച്ചിട്ട്, ഫ്രണ്ട്സും ഫാമിലിയും ആരുമില്ല, അമ്മ, മാളു, അക്കു, അബി, അപ്പൂപ്പ, അമ്മുമ്മ, അവരെ വിളിക്കണം. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരെയും വിളിച്ചിട്ട് കേക്ക് കട്ട് ചെയ്യണം, പിന്നെ ബിരിയാണിയൊക്കെ വയ്ക്കണം, വീട്ടിൽ കുക്ക് ചെയ്യണം, എന്നിട്ട് എല്ലാവർക്കും കൊടുക്കണം. അങ്ങനെയൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു വീട്ടിൽ സെലിബ്രേറ്റ്. കാരണം ഇന്നേ വരെ അങ്ങനെ ഒരു സംഭവം ലൈഫിൽ ഉണ്ടായിട്ടില്ല. ഈ നിമിഷം വരെ അങ്ങനെ ഒരു സംഭവം എൻ്റെ ലൈഫിൽ ഉണ്ടായില്ല. അപ്പോൾ എനിക്ക് ഒരാഗ്രഹമാണ് സിൽവർ ജൂബിലി സെലിബ്രേറ്റ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ എനിക്ക് അത് നടന്നില്ല, കാരണം വീട് പണി നടക്കുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ അതുകൊണ്ട് നടന്നില്ല. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട് പണിയുടെ അപ്ഡേറ്റ് ഒന്നും ചെയ്തില്ലല്ലോ. വീട് പണിയുടെ അപ്ഡേറ്റ് ഞാൻ ഉടനെ ചെയ്യുന്നതാണ്. കാരണം എന്നും ഗൈസ് ഇവിടെ ഇന്ന് പൂശി തുടങ്ങി, ഒരു റൂം പൂശി അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് സെറ്റ് കാണിച്ചു തരാം. ഞാൻ കാണിക്കാൻ വേറെ ആരെ കാണിക്കുക ഗൈസ്, എനിക്ക് വേറെ ആരെയും കാണിക്കാനില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വച്ചേക്കണത്. എല്ലാം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചത് ഉടനെ തന്നെ പരിപാടികളൊക്കെ ഉണ്ട്, ഉടനെ തന്നെ എല്ലാം വരുന്നതാണ്. അപ്പം ഞാൻ അങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. ഞാൻ എന്ത് പറയണം, എനിക്കങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണമെന്നായിരുന്നു. അപ്പം അതുകൊണ്ട് പിന്നെ നടന്നില്ല. പിന്നെ സെലിബ്രേറ്റ് അല്ല, ഒരു ചെറിയ കേക്ക് കട്ടിങ് ഒക്കെ ഇന്ന് ഉണ്ടായേനെ. പക്ഷേ പ്രിയപ്പെട്ടവരാരും ഇന്ന് അടുത്തില്ല, ഫ്രണ്ട്സ് ആരും ഇന്ന് അടുത്തില്ല. എല്ലാവരും അവരവരുടെ വർക്കൊക്കെ ആയിട്ട് ദൂരോട്ട് പോയേക്കാണ്. അപ്പം പിന്നെ ആ പരിപാടി നടന്നില്ല. പക്ഷെ നെക്സ്റ്റ് ബർത്ത്ഡേ 26ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ആഘോഷിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ജീവനോടുണ്ടെങ്കിൽ നമുക്ക് ആഘോഷിക്കാം. ഉണാട്ടടിക്കില്ലെന്നല്ലേ കമൻറ്റ്? യെസ്, ഉണാട്ടടിക്കുന്നില്ല ഗൈസ്. നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, മനുഷ്യൻ്റെ കാര്യം നെഗറ്റീവ് എന്ന് അങ്ങനെയല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് എന്തായാലും എനിക്കങ്ങനെ 25 എനിക്ക് ആഘോഷിക്കണമെന്നുണ്ടായിരുന്നു. കുഴപ്പമില്ല, മാളുവിൻ്റെ 25ാമത്തെ ബർത്ത്ഡേ നമുക്ക് ആഘോഷിക്കാം. സോ അതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു 25ാമത്തെ ബർത്ത്ഡേക്ക് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം എന്താണെന്നറിയോ, ഈ 25ാമത്തെ വയസ്സ് വരെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച്, ഒരുപാട് കാര്യമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അങ്ങറ്റവും എൻ്റെ ഇങ്ങറ്റവും ഞാൻ കണ്ട ഒരാളാണ്. ലൈഫിൽ മരണം വരെ ഞാൻ ഈ നിമിഷം ഞാൻ മരിക്കാം, അല്ലെങ്കിൽ ഈ നിമിഷം എനിക്ക് പ്രിയപ്പെട്ടവരെല്ലാം നഷ്ടപ്പെടാം, അല്ലെങ്കിൽ എനിക്ക് പ്രിയപ്പെട്ടവരെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഞാൻ പലതും ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പം ആ ഒരു ഇതിൽ ഞാൻ പറയണം ഗൈസ്, ലൈഫ് ഭയങ്കര സിമ്പിൾ ആണോന്ന് ചോദിച്ചാൽ ലൈഫ് ഒരു പീരീഡ് വരെ നമുക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്കൊന്നും മനസ്സിലാവില്ല ഒരു ടൈം വരെ. നമുക്ക് ചുറ്റും നടക്കുന്ന എന്തെന്നോ, അല്ലെങ്കിൽ ഈ ഒരു പോയ ഇത് കണ്ടിട്ട് നിങ്ങൾ ഞെട്ടരുത് ഈ ഒരു ഭാഗം. കാരണം നമ്മൾ അവിടെ വെള്ളം അടിച്ചിട്ട് പൂക്കുന്നതാണ്, അതെപ്പോഴും അങ്ങനെയാണ്, പൂക്കുന്നതാമില്ല ചെവര് പൂക്കുന്നതാണ് ഗൈസ്. അപ്പം ഒരുപാട്
നമ്മൾ വിചാരിക്കാത്തൊക്കെ നമ്മുടെ ലൈഫിലുണ്ടാവും. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ. നമ്മളിപ്പം ഒരു 18 വയസ്സ് മുതൽ അല്ലെങ്കിൽ ഒരു 15 വയസ്സ് മുതൽ അല്ലെങ്കിൽ 17 വയസ്സ് മുതൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ ഫിക്സ് ചെയ്ത് വെച്ചേക്കും. നമ്മൾ 18 വയസ്സ് നമുക്ക് ഇങ്ങനെ നടക്കും, നമ്മൾ ആ 21ാമത്തെ വയസ്സ് നമുക്ക് ഇങ്ങനെ നടക്കും, 25ാമത്തെ വയസ്സ് നമ്മളിങ്ങനെ നടക്കും. നമ്മളിങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും മിക്കുള്ളവരും. അങ്ങനെ ഫിക്സ് ചെയ്യരുത്. അങ്ങനെ ഫിക്സ് ചെയ്യരുത്. നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങളുടെ കരിയർ ഫിക്സ് ചെയ്യാം. അതായത് ഓക്കെ 25ാമത്തെ വയസ്സിൽ എനിക്കൊരു ഇന്നൊരു ജോബ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ 22ാമത്തെ വയസ്സിൽ ഞാൻ ഇവിടെ ഒരു ജോബ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇന്നൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും, എൻ്റെ കരിയർ ഞാൻ ഇങ്ങനെ ബിൽഡ് ചെയ്തെടുക്കും. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഫിക്സ് ചെയ്ത് വയ്ക്കാം. പക്ഷേ ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫോ നിങ്ങളുടെ ലൈഫോ നിങ്ങൾ മറ്റേ ഞാനിപ്പം വിചാരിക്കുന്ന പോലെയാണ് ഇവിടെ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒന്നും നിങ്ങൾ വിചാരിക്കരുത്. കാരണം നടക്കാൻ പോണില്ല ഗൈസ്. നമ്മൾ വിചാരിക്കും പോലെയല്ല. ഒരാൾ ആരെന്നും ഞാൻ പറയില്ല, ചിലപ്പം ദൈവമായിരിക്കും, അല്ലെങ്കിൽ ഒരാൾ ഓൾറെഡി പുള്ളിക്കാരനൊരു പ്ലാനുണ്ട്, പുള്ളിക്കാരൻ്റെ പ്ലാനിനനുസരിച്ച് നമ്മൾ പോവുള്ളൂ. ഇനി ഞാനിവിടെ ഞാൻ മറ്റേതാണ് തലയെഴുത്ത് ഞാൻ മാറ്റിയെഴുതും എന്നുള്ള രീതിയിലൊക്കെ നമ്മളിവിടെ ഇരിക്കും. പക്ഷേ നമ്മളൊരു വഴി കൂടെ നമ്മളൊരു പ്ലാനൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിരിക്കുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ മറ്റൊരു സൈഡിൽ വേറൊരു പ്ലാനൊക്കെ ആയിട്ട് വൺ സെറ്റപ്പായിട്ട് ഒരു വെൽ ഡയറക്ടർ അവിടെ ഇരുന്ന് ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒള്ളി ആക്ടിങ് മാത്രമാണ് ചെയ്യുന്നത്. നമ്മളുടെ അടുത്ത് പറയാതെ പറയും ഇന്നൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ പോകണമെന്ന് പറയാതെ പറയും, നമ്മളതൊക്കെ ഇരുന്ന് ചെയ്യും. സോ ഇതാണ് നമ്മുടെ ലൈഫ്. അപ്പം ലൈഫ് ഒരു ടൈം വരെ നമുക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും. ഒരു ടൈം വരെ നമുക്ക് കൺഫ്യൂഷനാണ്, നമുക്കൊന്നും മനസ്സിലാവില്ല. കാരണം നമുക്ക് ചുറ്റും നടക്കണമൊന്നും മനസ്സിലാവില്ല. നമ്മളെ കാര്യങ്ങളൊന്നും, നമ്മുടെ പേഴ്സണൽ ലൈഫ് വെച്ചാൽ നമ്മുടെ ജീവിതം തന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെ നടക്കാതെ നമ്മളെ കൈവിട്ട് പോണൊരവസ്ഥ വരും. നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല നമ്മളെ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ. പക്ഷേ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ മനസ്സിലാവും, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് വേണ്ടത് മനസ്സമാധാനമാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് വേണ്ടത് കരയാതെ, കാരണം ഞാൻ പഠിച്ചൊരു കാര്യമാണ്, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എനിക്ക് വേണ്ടത് ഞാനിങ്ങനെ കിടക്കുമ്പോൾ എൻ്റെ കണ്ണിൽ കൂടെ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാനിങ്ങനെ കിടന്നുറങ്ങുമ്പോഴത്തേക്കും എൻ്റെ കണ്ണിൽ കൂടെ ഇങ്ങനെ നിറഞ്ഞു പോവും. ഇപ്പം ഞാൻ ചരിഞ്ഞെടുക്കണമെങ്കിൽ ഇങ്ങനെ പോവും, കണ്ണീര് പോവും. അപ്പം അത് ഞാൻ ഓക്കെ എനിക്ക് എന്ന് കിടക്കുമ്പോൾ കരയണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കരയുന്നതല്ല, ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഞാൻ കരയുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ അങ്ങനെ കണ്ണീരൊഴുക്കുന്നില്ല. കുറച്ച് നാളായിട്ട് നോട്ട് അബൌട്ട് ദ മണി, ഞാൻ ഇപ്പോഴും പറയാണ്, പൈസ ഒന്നുമല്ല. പൈസ നമുക്ക് വേണ്ടെന്നല്ല ഗൈസ്, പൈസ നമുക്ക് ഒക്കെ വേണം. പക്ഷേ ഞാൻ ലൈഫിൽ ഒരു 1.5-2 വർഷം, ഒരു 2-2.5 വർഷം മുന്നേ മനസ്സിലാക്കിയ കാര്യമാണ്, നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെന്ന് വിചാരിച്ചോ, നമുക്ക് ഇഷ്ടമുള്ള ആഹാരം വാങ്ങിച്ച് കഴിക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിച്ചോ, നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാൻ പറ്റുമെന്ന് വിചാരിച്ചോ, ഒക്കെ നമുക്ക് പറ്റുന്നുണ്ട്. പക്ഷേ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ, ഞാൻ പറഞ്ഞുതരാം, ഞാൻ ഇമോഷണലി ആൾക്കാർക്ക് വില കൊടുക്കുന്ന ആളാണ്. ഞാൻ ഇമോഷണലി സംടൈംസ് വീക്കാണ്. അല്ലെങ്കിൽ ഞാൻ മറ്റുള്ള എല്ലാവരും എന്താ പറയുക, ഞാൻ കുറച്ച് ബന്ധങ്ങളെ ഞാൻ അത്ര ഭയങ്കര പ്രഷ്യസ് ആയിട്ട് കൊണ്ടു നടക്കുന്ന ആളാണ്. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടെന്ന് വിചാരിച്ചോ, അത് ഞാനിങ്ങനെ എന്നും വിളിച്ച് ബോധിപ്പിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ആഗ്രഹിക്കും എനിക്കൊരിക്കലും നഷ്ടമാവരുത്. കാരണം ഞാൻ സ്നേഹിച്ചവരെല്ലാം ഈ ഒരു സെക്കൻഡ് കൊണ്ട് ഒന്നും പറയാതെ പോയിട്ടുള്ള ആൾക്കാരാണ്. എനിക്ക് മനസ്സിലാവാതെ എനിക്ക് ചുറ്റും നടക്കുന്നത് മനസ്സിലാവാതെ ഞാൻ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിന്ന ടൈം വരെ ഉണ്ട്. എന്നെ ഞാനാക്കി മാറ്റിയ എൻ്റെ ഫാമിലിയോട്, നമ്മുടെ 12 ലക്ഷത്തിലധികം ഫാമിലി, നമ്മുടെ മെമ്പർ ഓരോരുത്തരോടും ഞാൻ പറയാണ് നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു. എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവൂല. എത്ര നന്ദി പറഞ്ഞാലും എല്ലാവരെയും എനിക്ക് കാണണമെന്നുണ്ട്. പക്ഷെ എല്ലാവരും ഉണ്ടേ ഞാൻ കാണും. എല്ലാവരും ഒരു ദിവസം എനിക്കതിന് പറ്റുന്ന ഡേ എല്ലാവരും എനിക്ക് കാണണം. എല്ലാവരും എനിക്ക് ഹഗ് ചെയ്ത് പറയണം താങ്ക് യു സോ മച്ച്. ഇതുവരെ എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചതിന്, നിങ്ങളെ സ്നേഹിക്കുന്നതിന് ഒരുപാട് നന്ദി. കാരണം ഒരു ബർത്ത്ഡേ വിഷിനൊക്കെ ഞാൻ 12 മണിക്കൊക്കെ ഇരുന്നിട്ടുണ്ട്. ഈശ്വര, എന്നൊരു ബർത്ത്ഡേ വിഷ് ഒരായാലും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ബർത്ത്ഡേക്ക് എനിക്ക് ഒരുപാട് കോൾസ് വന്നു. എനിക്ക് എന്ത് സന്തോഷമായെന്നറിയോ, ഒരുപാട് വിഷ് വന്നു. അതൊക്കെ കണ്ടപ്പം തന്നെ ഞാൻ മുമ്പ് ഇങ്ങനെ ആരും ഇല്ലായിരുന്നു, ബർത്ത്ഡേ ആരും ആലോചിക്കുമല്ലോ, ഓർമ്മിക്കുമല്ലോ. പക്ഷെ ഇപ്പോൾ ഒരുപാട് വിഷും ഒരുപാട് കോൾസൊക്കെ വന്ന് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് ഗൈസ്. ടാറ്റാ, ബൈ ബൈ.